ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുനസ് മാട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2025 പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിന് കൃത്യമായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള പാസ്പോർട്ട് എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ആ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കറക്റ്റായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും റെഡിയാക്കി വെക്കുക. അതിനായി ഗൂഗിൾ ക്രോമിൽ ഇമേജ് കമ്പൈനർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. എന്നിട്ട് മെർജ് ഇമേജ് ഓൺലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ് ഫ്രണ്ട് പേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ് ബാക്ക് പേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന മെർജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി JPG എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് ഫ്രണ്ട് പേജ് ആൻഡ് ബാക്ക് പേജ് ഒറ്റ പേജിൽ റെഡിയായി വരുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഇതുപോലെ തന്നെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഈ റെഡിയാക്കി വെച്ച ഫയൽ PDF ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഗൂഗിളിൽ ഇമേജ് ടു PDF കൺവേർട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന I love PDF എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെലക്ട് JPG ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺവേർട്ട് ടു PDF എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് PDF എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇതുപോലെ തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ പാസ്പോർട്ടിന് അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടി സെർച്ച് ബാറിൽ പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം ആദ്യം കാണുന്ന പാസ്പോർട്ട് സേവ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ട് സേവയുടെ ഹോം പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. അതിനുശേഷം വരുന്ന ഈ പോപ്പ് മെസ്സേജ് ക്ലോസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 4 സർവീസ് കാണാൻ കഴിയുന്നതാണ്. ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ഇതിനു മുന്നേ നിങ്ങൾ പാസ്പോർട്ടിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ചെക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി, ഇത് ഏതൊക്കെ ദിവസങ്ങളിലാണ് സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. എക്സിസ്റ്റ് യൂസർ ലോഗിൻ, ഇതിനു മുന്നേ നിങ്ങൾ പാസ്പോർട്ട് സേവയുടെ സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. ന്യൂ യൂസർ രജിസ്ട്രേഷൻ, ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ന്യൂ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായി ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇതിൽ രജിസ്റ്റർ ടു അപ്ലൈ അറ്റ് എന്നതിൽ പാസ്പോർട്ട് എന്നത് സെലക്ട് ചെയ്യുക. അതിന് താഴെ പാസ്പോർട്ട് ഓഫീസ് എന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗിവൻ നെയിം എന്ന കോളത്തിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉള്ളത് പോലെ തന്നെ ഇവിടെ ഫിൽ ചെയ്യുക. അതിനുശേഷം സർനെയിം എന്ന കോളത്തിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഫിൽ ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഫിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഫിൽ ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നത് മുകളിൽ കൊടുത്ത ഈ സെയിം ഇമെയിൽ ID നിങ്ങൾക്ക് ലോഗിൻ ID ആയിട്ട് വേണോ എന്നാണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ എൻ്റെ വേറൊരു ഇമെയിൽ ID ആണ് ലോഗിൻ ID ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആ ഇമെയിൽ ID ഇവിടെ ഫിൽ ചെയ്ത് ചെക്ക് അവൈലബിലിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലോഗിൻ ID ഈസ് അവൈലബിൾ എന്ന് ഗ്രീൻ കളറിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഡ് കളറിൽ ലോഗിൻ ID ഈസ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഇമെയിൽ ID വെച്ച് ചെക്ക് അവൈലബിലിറ്റി ചെയ്ത് നോക്കുക. അതിനുശേഷം പാസ്വേഡ് ഫിൽ ചെയ്ത് വീണ്ടും കൺഫേം എന്ന കോളത്തിൽ സെയിം പാസ്വേഡ് വീണ്ടും ഫിൽ ചെയ്യുക. അതിനുശേഷം ഹിൻഡ് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ താഴെയുള്ള കോളത്തിൽ ഫിൽ ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ക്യാപ്ചർ കോഡും ഫിൽ ചെയ്ത് രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐഡിയിലേക്ക് ID ആക്റ്റീവ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചിട്ടുണ്ട് എന്നൊരു ഗ്രീൻ കളറിൽ ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഓപ്പൺ ചെയ്താൽ അപ്ഡേറ്റ് എന്ന ഇമെയിൽ ബോക്സിൽ പാസ്പോർട്ട് അഡ്മിൻ എന്ന ഇമെയിൽ ഐഡിയിൽ നിന്ന് രജിസ്ട്രേഷൻ കൺഫർമേഷൻ ഇമെയിൽ വന്നതായി കാണാൻ കഴിയുന്നതാണ്. എന്നിട്ട് ഈ ഇമെയിൽ ID ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൺഫർമേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. എന്നിട്ട് നിങ്ങൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ID എൻ്റർ യൂസർ ID എന്ന കോളത്തിൽ ഫിൽ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് എന്ന് വരുന്നതാണ്. അതിനുശേഷം നേരത്തെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച സൈറ്റ് വീണ്ടും ഓപ്പൺ ചെയ്ത് ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സിസ്റ്റിംഗ് യൂസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലോഗിൻ ID ഫിൽ ചെയ്ത് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കാനുള്ള ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇതിൽ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ പാസ്പോർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പുതിയ പാസ്പോർട്ടിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫ്രഷ് പാസ്പോർട്ട് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ, ഇത് നിങ്ങൾ ഏത് പാസ്പോർട്ടിനാണ് അപേക്ഷിക്കുന്നത്. നോർമൽ ആണെങ്കിൽ നോർമൽ എന്ന് സെലക്ട് ചെയ്യുക. അതല്ല താൽക്കാൽ പാസ്പോർട്ട്, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്. പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ താൽക്കാൽ പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബുക്ക്ലെറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. സാധാരണയായി 36 പേജ് പാസ്പോർട്ടാണ് ഉണ്ടാവുക. അതല്ല നിങ്ങൾക്ക് കൂടുതൽ പേജ് വേണമെന്നുണ്ടെങ്കിൽ 60 സെലക്ട് ചെയ്യുക. 60 പേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പേയ്മെന്റ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ല നിങ്ങൾ നിലവിലുള്ള പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയാണെങ്കിൽ റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഫിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എന്തിനാണ് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നത്, അതിന്റെ കാരണം റീസൺ താഴെ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടതാണ്. താഴെ ലിസ്റ്റ് ചെയ്ത ഓരോ റീസൺസ് എന്തിനൊക്കെ വേണ്ടിയുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലർ, ഇത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നെയിം ആൻഡ് ബർത്ത് ഡേറ്റ്, അഡ്രസ്സ് എന്നിവ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തേത് ഡാമേജ് പാസ്പോർട്ട്, ഇത് നിങ്ങളുടെ പാസ്പോർട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. മൂന്നാമത്തേത് ഇത് നിങ്ങളുടെ നിലവിലുള്ള പാസ്പോർട്ട് പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നാലാമത്തേത് ലോസ്റ്റ് പാസ്പോർട്ട്, ഇത് നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അഞ്ചാമത്തേത് വാലിഡിറ്റി ഓഫ് എക്സ്പയർ മോർ ദാൻ 3 years ago, ഇത് നിങ്ങളുടെ നിലവിലുള്ള പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് 3 വർഷത്തിന് മുകളിൽ ആയിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ആറാമത്തേത് വാലിഡിറ്റി എക്സ്പയർ വിത്തിൻ 3 years അല്ലെങ്കിൽ ഡ്യൂ ടു എക്സ്പയർ, ഇത് നിങ്ങളുടെ നിലവിലുള്ള പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ട് പക്ഷേ 3 വർഷത്തിന് താഴെയാണ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയർ ആവാൻ പോകുന്നതേ ഉള്ളൂ എങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ 3 വർഷത്തിനുള്ളിൽ എക്സ്പയർ ആയ ഒരു പാസ്പോർട്ടാണ് പുതുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വാലിഡിറ്റി എക്സ്പയർ വിത്തിൻ 3 years എന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഏത് പാസ്പോർട്ടിനാണ് അപേക്ഷിക്കുന്നത്, നോർമൽ ആണെങ്കിൽ നോർമൽ എന്ന് സെലക്ട് ചെയ്യുക. അതല്ല തൽക്കാൽ പാസ്പോർട്ട്, പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയുള്ളതാണെങ്കിൽ തൽക്കാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബുക്ക്ലെറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. സാധാരണയായി നോർമൽ പാസ്പോർട്ട് 36 പേജാണ് ഉണ്ടാവുക. അതല്ല നിങ്ങൾക്ക് കൂടുതൽ പേജ് വേണമെന്നുണ്ടെങ്കിൽ 60 സെലക്ട് ചെയ്യുക. 60 പേജ് സെലക്ട് ചെയ്താൽ പേയ്മെന്റിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേജിന്റെ പാസ്പോർട്ടാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കന്റ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ഗിവൻ നെയിം എന്ന കോളത്തിൽ നിങ്ങൾ പുതിയ പാസ്പോർട്ടിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ ആധാർ കാർഡിൽ ഉള്ളതുപോലെ ഫസ്റ്റ് നെയിം ഇവിടെ ഫിൽ ചെയ്യുക. അതല്ല നിങ്ങൾ പാസ്പോർട്ട് പുതുക്കാനാണ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഗിവൻ നെയിം എന്ന കോളത്തിൽ നിങ്ങളുടെ നിലവിലുള്ള പാസ്പോർട്ടിൽ എങ്ങനെയാണ് പേരുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫിൽ ചെയ്യുക. അതിനുശേഷം സർനെയിം ഫിൽ ചെയ്യുക. അതിനുശേഷം ജെൻഡർ ഫിൽ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ ഫിൽ ചെയ്യുക. ഇല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക.
അത് കഴിഞ്ഞു നിങ്ങൾ മുന്നേ നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് ഫിൽ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജനനം ഇന്ത്യക്ക് പുറത്താണെന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഇവിടെ ഫിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാട്രിയൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാൻ കാർഡ്, വോട്ടർ ID നമ്പർ ഫിൽ ചെയ്യുക. ഇത് ഫിൽ ചെയ്യൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം എംപ്ലോയ്മെന്റ് ടൈപ്പ് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ചോദിക്കുന്നത്, നിങ്ങളൊരു മൈനർ ആണെങ്കിൽ നിങ്ങളുടെ പാരന്റോ അല്ലെങ്കിൽ മറ്റു റിലേറ്റീവോ ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ ഫിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിക്കുന്നത്. ഇത് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നോൺ ECR കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവുന്നതാണ്. അത് കഴിഞ്ഞ് വിസിബിൾ ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഫിൽ ചെയ്യേണ്ടതുണ്ട്. ഇത് ഫിൽ ചെയ്യൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം ആധാർ നമ്പർ ഫിൽ ചെയ്യുക. ഇതും ഫിൽ ചെയ്യൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മതി. എന്നിട്ട് ഐ അഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്ത് സേവ് മൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഗ്രീൻ കളറിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സേവ് ആയിട്ടുണ്ട് എന്ന നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വീണ്ടും എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫാമിലി ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ പങ്കാളിയുടെ പേര് ഗിവൻ നെയിം എന്ന കോളത്തിൽ ഫിൽ ചെയ്യുക. അതിനുശേഷം സർനെയിം ഫിൽ ചെയ്യുക. ഇവിടെ ഗിവൻ നെയിം എന്ന കോളത്തിൽ നിങ്ങളുടെ ഫാദറിന്റെ ഫസ്റ്റ് നെയിം ഫിൽ ചെയ്യുക. എന്നിട്ട് സർനെയിം എന്ന കോളത്തിൽ സെക്കൻഡ് നെയിം അല്ലെങ്കിൽ ഫാമിലി നെയിം ഫിൽ ചെയ്യുക. അതിനുശേഷം മദർ നെയിം ഫിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലീഗൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ അവരുടെ ഗിവൻ നെയിമും സർനെയിമും ഇവിടെ ഫിൽ ചെയ്യുക. മുകളിൽ പറഞ്ഞ ഫാദർ നെയിം, മദർ നെയിം, ലീഗൽ ഗാർഡിയൻ നെയിം എല്ലാം ഫിൽ ചെയ്യാൻ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും സേവ് മൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രസന്റ് അഡ്രസ് ഫിൽ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ് ഇന്ത്യക്ക് പുറത്താണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്ത് അഡ്രസ് ഫിൽ ചെയ്യുക. അതിനുശേഷം വില്ലേജ് എന്ന കോളത്തിൽ നിങ്ങളുടെ വില്ലേജ് ഫിൽ ചെയ്യുക. അതിനുശേഷം ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പിൻകോഡ് ഫിൽ ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ ഫിൽ ചെയ്യുക. അതിന് താഴെ കാണുന്ന ടെലിഫോൺ നമ്പർ ഫിൽ ചെയ്യൽ നിർബന്ധമില്ല. അതിനുശേഷം ഇമെയിൽ ID എന്ന കോളത്തിൽ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പെർമനന്റ് അഡ്രസ്സ് അവൈലബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണെന്ന് ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്ത് പെർമനന്റ് അഡ്രസ്സ് ഫിൽ ചെയ്യുക. എന്നിട്ട് സേവ് മൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരുന്നതാണ്. ഇത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എമർജൻസി കോൺടാക്ട് ഫിൽ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നെയിം ആൻഡ് അഡ്രസ് കോളത്തിൽ നെയിം ആൻഡ് അഡ്രസ് ഫിൽ ചെയ്യുക. അതിനുശേഷം മുകളിൽ കൊടുത്ത ആളുടെ മൊബൈൽ നമ്പർ ഫിൽ ചെയ്യുക. അതിന് താഴെ ഉള്ള ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ID ഫിൽ ചെയ്യൽ നിർബന്ധമില്ല, വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം സേവ് മൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുന്നത്തെ പാസ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. എന്നിട്ട് നിങ്ങളുടെ മുന്നത്തെ പാസ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രസന്റ് പാസ്പോർട്ടിന്റെ നമ്പർ ഫിൽ ചെയ്യുക. എന്നിട്ട് ആ പാസ്പോർട്ടിന്റെ ഇഷ്യൂ ഡേറ്റ്, എക്സ്പയർ ഡേറ്റ് ഫിൽ ചെയ്യുക.
അതിനുശേഷം ആ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത പ്ലേസ് നെയിം ഇവിടെ ഫിൽ ചെയ്യുക. എന്നിട്ട് ആ പാസ്പോർട്ടിൻ്റെ ഫയൽ നെയിം ഇവിടെ ഫിൽ ചെയ്യുക. ഫയൽ നെയിം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉണ്ടാവുന്നതാണ്. മുകളിൽ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മതി. അതിനുശേഷമുള്ളതിൽ ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നത് നിങ്ങൾ ഇതിനു മുന്നേ പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ട് അത് ഇഷ്യൂ ആവാത്തത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് മൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇതെല്ലാം വായിച്ചു നോക്കി യെസ് അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് മൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫിൽ ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെൽഫ് ഡിക്ലറേഷൻ ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. പ്രൂഫ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇലക്ഷൻ കാർഡാണ് പ്രൂഫ് ഓഫ് ബർത്ത് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്രൂഫ് ഓഫ് അഡ്രസ് തെളിയിക്കാൻ വേണ്ടി ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആധാർ കാർഡാണ് പ്രൂഫ് ഓഫ് അഡ്രസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് പ്ലേസ് ഫിൽ ചെയ്യുക. എന്നിട്ട് ഐ അഗ്രി എന്ന് ക്ലിക്ക് ചെയ്ത് സേവ് മൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതുവരെ ഫിൽ ചെയ്ത ഡീറ്റെയിൽസ് കാണണമെങ്കിൽ പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഫോം അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ ഫിൽ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്രീവിയസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏത് പേജിലാണ് മിസ്റ്റേക്ക് ഉള്ളത് അതുവരെ ബാക്ക് പോയിട്ട് മിസ്റ്റേക്ക് ഉള്ളത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് പേജിലേക്ക് എത്തിയതിനു ശേഷം ഐ അഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗ്രീൻ കളറിൽ യുവർ ആപ്ലിക്കേഷൻ ഫോം ഹാസ് ബീൻ സബ്മിറ്റഡ് എന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് കാണാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്ത് അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തതിനു ശേഷം പേയ്മെന്റ് ചെയ്ത് അപ്പോയിൻമെന്റും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫസ്റ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. അതിനായി ഞാൻ ആദ്യം അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. എന്നിട്ട് അറ്റാച്ച്മെന്റ് ടൈപ്പ് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ അഡ്രസ് പ്രൂഫ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അറ്റാച്ച്മെന്റ് ഡിസ്ക്രിപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് പ്രൂഫ് ഓഫ് അഡ്രസ് തെളിയിക്കാൻ വേണ്ടി ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ച PDF ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഗ്രീൻ കളറിൽ ഡോക്യുമെന്റ് ഹാസ് ബീൻ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ഡോക്യുമെന്റ് വേണമെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം രണ്ടാമത്തെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും അറ്റാച്ച്മെന്റ് ടൈപ്പ് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വീണ്ടും സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അറ്റാച്ച്മെന്റ് ഡിസ്ക്രിപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് തെളിയിക്കാൻ വേണ്ടി ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ വോട്ടർ ID ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ച PDF ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡോക്യുമെന്റ് ഹാസ് ബീൻ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. അതിനുശേഷം വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേ ആൻഡ് ഷെഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. എന്നിട്ട് സ്റ്റേറ്റ് ബാങ്ക് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏറ്റവും അടുത്തുള്ള അപ്പോയിൻമെന്റ് ഡേറ്റും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടുള്ളത് കാണാവുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെന്റ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ഡേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന കലണ്ടറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നതാണ്. ഇതെല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് ഓക്കെ ആയി അണ്ടർസ്റ്റാൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. ഞാനിവിടെ UPI പേയ്മെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണാവുന്നതാണ്. എന്നിട്ട് താഴെ കാണുന്ന 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ QR കോഡ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു QR കോഡ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ UPI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യുവർ അപ്പോയിൻമെൻറ്റ് ഹാസ് ബീൻ ബുക്ക്ഡ് സക്സസ്ഫുള്ളി എന്നും അപ്പോയിൻമെൻറ്റ് നമ്പറും കാണിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത ഡേറ്റ് ടൈം എല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. എന്നിട്ട് പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് അപ്പോയിൻമെൻറ്റ് SMS എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന OK എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ അപ്പോയിൻമെൻറ്റ് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് റെസിപ്റ്റ് നിർബന്ധമായിട്ടും പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത പ്രൂഫ് ഓഫ് ഡോക്യുമെൻറ്റും കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.